ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, കുറേ നാളായി നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസുകൾ, ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇടാനായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നാമത് വ്ളോഗ് എടുക്കുക അപ്പോൾ മടിയായി തുടങ്ങി, ഓരോന്നിനും മടിയായി തുടങ്ങി. അപ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതല്ല, ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ നിങ്ങളായിട്ട് നമുക്ക് സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ചാനൽ ഒരു വ്ളോഗ് ചാനലാണ്. കംപ്ലീറ്റ്ലി വ്ളോഗാണ്. അതായത് ഓൾ ഇൻ വൺ എന്ന് പറയാം. ഇതിലെല്ലാം പെടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻസാണ് നമ്മൾ ഈ ഒരു ചാനൽ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് ഇപ്പോൾ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ ഒരേ റുട്ടീനാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവും. എല്ലാ ദിവസവും ഒരേ പോലെയാണ്. പിന്നെ കൂടുതൽ നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ നേരം ഇപ്പോൾ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അതിനിടയിൽ ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരങ്ങൾ കുറേ കണ്ടൻറ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ മാത്രമല്ല എനിക്കുള്ളത്. ഇതിന് മുന്നേ എനിക്കൊരു എന്താ പറയുക 2-3 ചാനൽസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് സുമാക്കി ഫുഡ് വ്ളോഗ്. ഇപ്പോൾ അതാണ് പേര്. സുമാക്കി ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ. അത് നമ്മളൊരു 6 വർഷമായി നമ്മൾ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ അതിനൊരു 29,000 സബുണ്ട്. പക്ഷേ അത് എന്താ പറയുക, ഒരുപാട് പ്രോബ്ലംസ് ആ ചാനൽസിന് നമുക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു കാര്യം. അതുകൊണ്ട് നമുക്കിപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് മെയിൻ ആദ്യം ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് സുമാക്കി കുക്കിംഗ് എന്നുള്ളൊരു പേരായിരുന്നു. അത് നമ്മൾ മെയിൻലി കുക്കിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, റെസിപ്പീസുകൾ ഇടുക. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ എന്താ പറയുക, കുറേ കഴിഞ്ഞപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പതുക്കെ കുക്കിങ്ങിനോടുള്ള താല്പര്യവും, അതായത് കുക്കിങ്ങിനോട് താല്പര്യം എന്നല്ല, അതായത് റെസിപ്പി ഒരു വീഡിയോ എടുക്കാൻ, അതായത് റെസിപ്പി ചെയ്തൊരു വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി. അപ്പോൾ വ്ളോഗിങ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. വെറുതെ ജസ്റ്റ് നമ്മൾ പോകുന്നത് പിടിച്ച് എന്താ പറയുക, അതൊന്ന് ക്യാപ്ചർ ചെയ്ത് ഇട്ടാൽ മതി എന്നുള്ളൊരു ഇതായി. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുക്കിങ്ങിലേക്ക് പിന്നോക്കമായി. പിന്നെ കുറേ നാൾ മടിയായി, ചെയ്യാനുള്ള മടി ഭയങ്കരമായി കുക്കിങ്. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയുക റെസിപ്പിയുടെ വീഡിയോസായിട്ട് നമ്മൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വ്ളോഗും കുക്കിങ്ങുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേച്ച് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വ്യൂസിൻ്റെ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ആ ചാനലിന് ഉണ്ടായതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ ഡള്ളായി. അതായത് ഭയങ്കരമായിട്ടൊരു എനിക്ക് ഗ്രോ ആവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് പലപ്പോഴും പറഞ്ഞ പോലെ നിർത്താം എന്നൊക്കെ ഞാൻ കുറേ കരുതി. ഇപ്പോൾ നമുക്ക് ആ ചാനൽ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും വർഷമായുള്ളൊരു ചാനലാണ്. അതിൽ നമ്മൾ ഒരു 1000 അടുത്ത് എത്താറായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട്. ഇപ്പോൾ എനിക്ക് 900 സംതിങ് വീഡിയോസ് നമ്മൾ ആ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൊരു ചാനലുമാണ്. ഫസ്റ്റ് ഒരു വർഷം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു ചാനൽ നമ്മൾ നിർത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ശരിയല്ല എന്ന് തോന്നി. പക്ഷെ പലപ്പോഴും തോന്നാറുണ്ട് നിർത്തിയാലോ. കാരണം നമുക്ക് ചിലപ്പോൾ നിരാശകളുണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ വ്യൂസ് ഇല്ല, ആൾക്കാർ കാണുന്നില്ല. മെയിൻ കുക്കിംഗ് ആകുമ്പോൾ കുറേ പേര് കാണുന്നുമില്ല, അങ്ങനെയും ആയി തുടങ്ങി. കാരണം ഇഷ്ടംപോലെ കുക്കിംഗ് ചാനൽസ് വേറെ ഉണ്ട്. പിന്നെ ഇതിന് മുന്നേ പോപ്പുലറായിട്ടുള്ള കുറേ കുക്കിംഗ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പുതിയ കുക്കിംഗ് ചാനൽസ് വീണ്ടും വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് കുക്കിംഗ് ചാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അത് വേറെ കാര്യം. സോ ജസ്റ്റ് എ കോമ്പറ്റീഷൻ പോലെയൊക്കെ ആയി. അപ്പോൾ വ്യൂസുകൾ കുറവായി. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ അവതരണം ചിലപ്പോൾ ഇഷ്ടപ്പെടാതെയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം.
അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വ്യൂസും കാര്യങ്ങളൊന്നും വരാതെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, നമുക്ക് നിരാശയാവും അല്ലേ. ഇപ്പം നമ്മളുടെ എന്താ പറയുക, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആളുകൾ കണ്ട് അതിനൊരു അഭിപ്രായം പറയുക, ഇഷ്ടപ്പെടുക, അതെന്തോ ആയിക്കോട്ടെ, ഏത് അഭിപ്രായം ആയാലും ശരി, അത് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക മോട്ടിവേഷൻ കൂടിയാണ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നുകയാണ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഇത് ഒന്നുമില്ലാതെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള മടുപ്പുണ്ട്. അതാണ് ആക്ച്വലി ആ ഒരു ചാനൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് കൈവിടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മെയിൻ ചാനലായതുകൊണ്ട് അത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ചാനൽ. രണ്ടാമത്തെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ ചാനലാണ്. അതും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ചാനലിൽ മെയിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല, അവരുടേതായ ചില കാര്യങ്ങളും അങ്ങനെ ഒരു വ്ളോഗ് പോലെ തന്നെ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് ഗെയിംസുകളിലൊക്കെ ഒരു വീഡിയോസ് പോലെയൊക്കെ ഇട്ടുന്നുണ്ട്. പക്ഷെ അതും മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണെങ്കിലും അതിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇപ്പോൾ ചെയ്യൽ കുറവാണ്. ഓക്കെ, പിന്നത്തെ മൂന്നാമത്തെ ഒരു ചാനലായിരുന്നു ഒരു ഷോർട്സിൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് സുമാക്കി ഫാമിലി ഫൺ ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ ഷോർട്സുകൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചാനലായിരുന്നു കേട്ടോ. പക്ഷേ അതും ഒരു സമയത്ത് നമ്മൾ ഷോർട്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും അതും ഞാൻ വലിയ കാര്യമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ തോന്നുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇട്ടുക. അതിനും വലിയ കാര്യമായിട്ടുള്ള ഒരു ഗ്രോ അപ്പ് ആ ഒരു ചാനലിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും കുറേ നാളത് ഓഫായി, എന്താ പറയുക വെച്ചാൽ അത് ഡെഡായി കിടക്കുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു. കുറേ നാളങ്ങനെ കിടക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ആ ചാനൽ ഞാനിപ്പോൾ മാറ്റി. ആ ചാനൽ ഇപ്പോൾ ഞാനൊരു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാക്കി മാറ്റി. അതായത് ഒരു ഹാപ്പി ടൂൺ സ്റ്റോറീസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ഇപ്പോൾ. അത് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കുള്ള സ്റ്റോറീസ്, സോങ്സ്, അങ്ങനെ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് ആ ഒരു ചാനൽ. അതിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. ഞാനത് 2 മാസം ആവുന്നു, 1 മാസം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ ചാനൽ സ്റ്റാർട്ടാക്കിയിട്ട്. പക്ഷേ അതിപ്പോൾ വീണ്ടും ആ ചാനൽ തന്നെയാണ്, നമ്മൾ മറ്റേ ഷോർട്സിൻ്റെ ചാനൽ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മാറ്റി എല്ലാ പേരും അതിൻ്റെ കാറ്റഗറി, അതിൻ്റെ എന്താണ് ആ ചാനൽ ഉദ്ദേശിക്കുന്നതും കാറ്റഗറിയൊക്കെ മാറ്റി നമ്മൾ കൊടുത്തു. അതൊരു കിഡ്സ് ചാനലും ആക്കി. അതുപോലത്തെ നമ്മൾ കുറച്ച് സ്റ്റോറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നീങ്ങുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾറെഡി അതിൽ നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് ഒരു ഐ തിങ്ക് ഇറ്റ്സ് 12 or 14 സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിന്ന് പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു കിഡ്സ് ചാനലാക്കി മാറ്റിയതിന് ശേഷം ഇപ്പോൾ അതിന് ഒരു 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 14+ ബാക്കി വന്നിട്ടുള്ളത് കൂടി ടോട്ടൽ 45 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് അതിനുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മെയിൻലി സുമാക്കി ഫുഡ് വ്ളോഗും അതേപോലെ തന്നെ ഈ ഒരു കുട്ടികളുടെ ചാനലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ എൻ്റെ മക്കളുടെ ചാനലിൽ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോസ് ഇടും, ചിലപ്പോൾ ഷോർട്സ് എടുത്തിടും. അപ്പോൾ അങ്ങനെ അത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങിയൊരു ചാനലാണ് ഈ ഒരു ചാനൽ. അതായത് ഇതിൻ്റെ പേരാദ്യം എൻ്റെ ഫാമിലി സൂപ്പറ എന്ന് പറഞ്ഞൊരു ചാനൽ. ഇതും നമ്മൾ ഈ ചാനൽ നമ്മൾ മെയിൻ ഉദ്ദേശം ഫുൾ വ്ളോഗ് ചെയ്യുക എന്നുള്ള മെയിൻ ഉദ്ദേശമായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കാനുള്ള നേരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്ന് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ള സമയവും ഇല്ല. ഒരുപാട് ചാനൽസ് ഇപ്പോൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൽ കുറേ നേരം അതിന് സമയം ഞാൻ കളയുന്നുണ്ട് മറ്റ് 2 ചാനൽസിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മോൻ്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രയും ചാനൽസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ പറയും എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ, അപ്പോൾ അതുള്ളത് കൊണ്ടുപോയിക്കൂടെ. പക്ഷേ എന്താ പറയുക, ഇത് വല്ലപ്പോഴും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ചാനൽ ഇട്ടാലും മതിയാവും വീഡിയോസ്. നമുക്കൊരാഴ്ചത്തെ വീക്കിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിടാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനിപ്പോൾ എന്താ പറയുക അഴീക്കോട് ബീച്ച് പോയിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെയാണ് നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ, പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോസ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു വീഡിയോസ് എന്ന് കരുതി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ 2 ആഴ്ചയിൽ 2 വീഡിയോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് കുറേ നാളെ ഇങ്ങനെ സംസാരിച്ച് ഒരു ലൈവിൽ വന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നിയത് ഇതുപോലൊരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാനൽസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു 4 ഓൾറെഡി ഉണ്ട്. ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിൽ. ഒരു ചാനലും കൂടി ക്രിയേറ്റ് ചെയ്താലോ എന്നൊക്കെ ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ അതും ആലോചിക്കുന്നുണ്ട്. പിന്നെ പോരാത്തിന് ഇനി വേറെയും ചിലപ്പോൾ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് വേറെ ഉണ്ട്. അപ്പോൾ അറിയില്ല. അപ്പോൾ ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ വീഡിയോസ് എടുക്കാനുള്ള നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ വേണം. എനിക്ക് അതാണ് ആകെ കിട്ടുന്നൊരു നേരം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് വരുന്ന വരെ ആ ഒരു ടൈമിൽ ഞാൻ ഫുൾ ഫ്രീ എന്ന് പറയാൻ പറ്റും. എനിക്കിവിടെ വീട്ടിൽ ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അതിനിടയിൽ കൂടിയാണ് ഞാൻ ഈ ഓരോന്നും നോക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ സമയം ആക്ച്വലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ വിഷയം. അപ്പോൾ ഇത് ചെയ്ത് എഡിറ്റ് ചെയ്തിടുക എന്നുള്ളത് ഒരു വലിയൊരു ഇതാണ്. മെയിൻലി ഇപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വ്ളോഗ് ചാനലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് അങ്ങനെ തന്നെ എടുത്ത് ഇടാണ് ചെയ്യുക. പക്ഷെ കുക്കിങ്ങിൻ്റെ എന്നൊക്കെ പറയണതും അതും വലിയ കുഴപ്പമില്ല. ഞാൻ കറക്റ്റ് എടുക്കുന്നത് മാത്രം ഞാൻ അത് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്യുന്നത് വീഡിയോസ് എടുക്കുമ്പോൾ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. പിന്നെ ബാക്കി എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാം അസംബിൾ ചെയ്ത് പിന്നെ ഇപ്പോൾ കുട്ടികൾ മറ്റേ കിഡ്സ് ചാനലിൻ്റെയാണ് കുറച്ചും കൂടി പണി നമുക്കുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോറിയുടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇതെല്ലാം മിങ്കിൾ ചെയ്യുക, പിന്നെ പല ഓരോ കാര്യങ്ങളും അത് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇത്തിരി പണിയുള്ള കാര്യം. അതിനാണ് കൂടുതൽ സമയം ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിനുള്ള തംബ്നെയിൽ, കീവേഡ്സ്, ടാഗ്സ് ഇതൊക്കെ കൊടുത്ത് വരുമ്പോഴൊക്കെ ഓരോന്നിനും ചെയ്ത് വരല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും നേരമില്ല, സമയമില്ല എന്ന് എനിക്ക് സത്യം എന്താ പറയുക, തീരെ ഒഴിവില്ലാത്തൊരു രീതിയാണ് ഇപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒരു കാര്യം ചിന്തിക്കാനുള്ള ഇതില്ല. ഫുൾ ടൈം ഇതിലാണ് എൻ്റെ മൈൻഡ് ഫുള്ളും. പിന്നെ എനിക്ക് പുതിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞാൻ ഇങ്ങനെ എന്താ പറയുക അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി ഓരോ കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്ത് അങ്ങനെ പഠിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അനിമേഷൻ ചാനലിലേക്ക് കുട്ടികളുടെ കിഡ്സ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിക്കും. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ നീങ്ങി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടണം എന്ന് ഞാൻ കരുതാണ്ട് ഞാൻ പരമാവധി ഞാൻ ട്രൈ ചെയ്യാം. പക്ഷേ ഡെയിലി എന്തെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചില ക്ലിപ്പുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ നേരത്ത് പോകുമ്പോൾ എന്തെങ്കിലും എടുത്തിടും. ചിലപ്പോൾ സംസാരം ഉണ്ടായിരുന്നു വരില്ല. വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ അതും എനിക്ക് ഭയങ്കര മടിയാണ് വോയിസ് ഓവർ ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടിട്ട് ക്ലിപ്പ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ആയിരിക്കും മിക്കതും നമ്മുടെ ഈ വീഡിയോസ് ഉണ്ടാവുക. പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ വീഡിയോസുകളിപ്പോൾ അങ്ങനെ മെയിൻ അടിക്കുക. പിന്നെ യാത്രയുടെ ഇപ്പോൾ എന്തെങ്കിലും ഈ ട്രാവൽ വീഡിയോസൊക്കെ ആണെങ്കിലും ട്രാവൽ പോകുന്ന സമയത്തുള്ള നമുക്ക് ആ സമയത്തല്ലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഇതും ഒന്ന് ആക്റ്റീവായിട്ട് കൊണ്ടുവരണം എന്ന് നമ്മൾ കരുതുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടാലും മതി നമുക്ക്. അത് കൃത്യമായിട്ട് ഇതിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് പ്രത്യേകിച്ച് യൂട്യൂബിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിടുന്ന വീഡിയോസിൽ കൃത്യസമയത്ത് ഏതാനും ദിവസം ആ സമയത്ത് ഏത് ദിവസമാണോ അത് കൃത്യമായിട്ട് ഏത് സമയത്താണോ നമ്മൾ ഇടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള
അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം, അത്രയും പറയാനുള്ളൂ. അതിൻ്റെ മുന്നത്ത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പോൾ എനിക്ക് 2-3 ചാനൽസ് വേറെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങളതൊക്കെ പറയാം. ഒരു ചാനലിൻ്റെ പേര് സുമാക്കി ഫുഡ് വ്ളോഗ് എന്നാണ്. അത് 4ാമത്തെ പ്രാവശ്യം. അപ്പോൾ ആദ്യം എൻ്റെ പേര് സുമാക്കി കുക്കിംഗ് എന്നായിരുന്നു, പിന്നെ അത് മാറ്റി സുമാക്കി ഫുഡ് ഫൺ ട്രാവൽ വ്ളോഗ് എന്നങ്ങോട്ടാക്കി, പിന്നെ അത് മാറ്റി സുമാക്കി ഫാമിലി എന്നാക്കി. പിന്നെ ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കുക്കിംഗ് തന്നെ സ്ഥിരമാക്കി. അതിലിപ്പോൾ ഇനി സ്ഥിരം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഫുഡ് വ്ളോഗായിട്ട് തന്നെ കിടക്കട്ടെ എന്നുള്ളതിൽ സുമാക്കി ഫുഡ് വ്ളോഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ മെയിൻ ചാനലാണ്. പിന്നെ ഈ പറഞ്ഞ ഹാപ്പി ടൂൺ സ്റ്റോറീസ് ഉണ്ട്, അതാണ് പിന്നത്തെ ഒരു ചാനൽ. ഹാപ്പി ടൂൺ സ്റ്റോറീസ് ആണ്. കുട്ടികളിലേക്ക് നല്ല അവർക്ക് മാത്രം ബേസ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ മക്കളുടെ ചാനൽ അർജുൻസ് വ്ളോഗ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ് ഈ ചാനൽ. ഇപ്പോൾ എൻ്റെ പേര് വീണ്ടും മാറ്റി, എൻ്റെ ഫാമിലി സൂപ്പറാണെന്നുള്ളത് മാറ്റി കോഫി വിത്ത് എസ് വി എന്നാക്കി. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു പേര് കണ്ട് അങ്ങനെ ചെയ്തു. ചിലപ്പോൾ വീണ്ടും മാറാം, ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു ചാനൽ ബ്യൂട്ടി ബേസ് ചെയ്തിട്ടുള്ള ചാനൽ. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും ബ്യൂട്ടി ആൻഡ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് നമ്മളതിൽ കാണുന്നത്, ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവും. അപ്പോൾ അതിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് ബോറടിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ബോറടിച്ചു എന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ. അറിഞ്ഞോ ഇതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഫോൺ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എത്ര നേരം വേണമെങ്കിലും അവൻ കണ്ടോളും. പക്ഷേ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തോ അല്ലാത്ത അല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീനിങ്സ് പഠിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 മീനിങ്സ് പഠിച്ചിട്ട് ഇപ്പോൾ ആക്കിയത് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നപ്പോഴേക്കും ഇവിടെ ഗെയിം വന്ന് കളിക്കാം. അതാണ് എൻ്റെ കാര്യം. പഠിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, ഗെയിമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറയുന്നു. ബൈ 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 ബൈ.